ഈ സീനിൽ ക്യുവാൻ മുറിവ് പറ്റിയ യാവുവിൻ്റെ കയ്യിൽ വളരെ കെയർഫുള്ളായി മെഡിസിൻസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ബാൻഡേഡ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. യാവു ഷൈ ആകുന്ന കാണുമ്പോൾ, നിനക്ക് ഈ മുറിവ് പറ്റിയത് നീ ജോലിയിലായിരിക്കുമ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി നിന്റെ ബോസായ എൻ്റെയാണ്. സോ ഈ മുറിവ് ഹീൽ ചെയ്യാൻ നിന്നെ ഹെൽപ്പ് ചെയ്യേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നും അവൻ പറയുന്നു. ഓഫീസിലെത്തിയ ശേഷം ക്യുവാൻ യാവുവിനെ തൻ്റെ ക്യാബിനിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് അവളെ അവിടെ ഇരുത്തി അവളോട് സംസാരിക്കുന്നുണ്ട്. ചിങ്ങിൻ്റെ കേസ് ഞാൻ ഏറ്റെടുക്കാൻ തീരുമാനിച്ചതിൻ്റെ റീസൺ എന്താണെന്ന് നിന്നോട് ഞാൻ ഇന്ന് പറയാം. ഓൾദോ അവളൊരു മോശം പേഴ്സൺ ആണെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ ലോയേഴ്സാണ്, ജഡ്ജല്ല. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എല്ലാ ആളുകൾക്കും ഒരുപോലെയാണ്. ഇനി ആ പേഴ്സൺ നല്ലയാണെങ്കിലും മോശമാണെങ്കിലും അതുകൊണ്ട് അവർക്ക് അവകാശപ്പെട്ട റൈറ്റ്സ് നമുക്കൊരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത് ജനിക്കാൻ പോകുന്ന മിസ്റ്റർ ഷോണിന്റെ ബേബിയെക്കുറിച്ചാണ്. അവന്റെ മദർ ഒരു മോശം പേഴ്സൺ ആണെന്ന് പറഞ്ഞ് ആ ബേബിക്ക് അവകാശപ്പെട്ടത് കിട്ടാതിരിക്കുന്നത് എവിടുത്തെ ന്യായമാണെന്ന് ക്യുവാൻ ചോദിക്കുന്നു. യാവുന് മനസ്സിലാകാൻ വേണ്ടി അവൻ കുറച്ച് എക്സാമ്പിൾസും പറയുന്നുണ്ട്. ഒരു കേസ് ഉണ്ടായിരുന്നു. ഒരു ഹസ്ബൻഡ് എപ്പോഴും തൻ്റെ വൈഫിനെ ടോർച്ചർ ചെയ്യും, ഒരുപാട് ഉപദ്രവിക്കും, ഡൊമസ്റ്റിക് വയലൻസ് നടത്തുമായിരുന്നു. അവസാന ഗതി കെട്ട് ആ ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു എന്ന് പറഞ്ഞ് കൊലപാതകത്തിന്റെ ശിക്ഷ അയാളുടെ വൈഫിന് കിട്ടില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഫലം നമുക്ക് കിട്ടും. ആ പേഴ്സൺ നല്ലയാണെങ്കിലും ചീത്തയാണെങ്കിലും ജഡ്ജ്മെന്റിൽ അതൊന്നും ഒരു കാര്യമല്ല. എല്ലാവർക്കും ഒരുപോലെ റൈറ്റ് ഉണ്ടെന്ന് അവൻ പറയുന്നു. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ യാവുന് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നു. തൻ്റെ ബോസ് എന്തുമാത്രം പ്രൊഫഷണലാണെന്ന് അവൾ തിരിച്ചറിയുന്നുണ്ട്. അവർക്കിടയിലെ ഈ ടെൻഷൻ മാറ്റാൻ വേണ്ടി ക്യുവാൻ യാവുന് ചോക്ലേറ്റ് കൊടുക്കുന്നു. എനിക്ക് പുതിയതായി കിട്ടിയതാണ്, ഇമ്പോർട്ടഡ് ആണെന്ന് പറഞ്ഞ് അവൻ ടേസ്റ്റ് ചെയ്യാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട്. ആ ചോക്ലേറ്റിന്റെ ഫ്ലേവർ കൊറിയാണ്ടർ ആയിരുന്നു. ഇത് കഴിച്ച് യാവുന്റെ ഫേസ് ക്യുവാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ചോക്ലേറ്റ് കിട്ടിയതിന് ശേഷം കൊറിയാണ്ടർ ഫ്ലേവർ കഴിക്കണോ വേണ്ടിയെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്തായാലും നിന്റെ ഫേസ് കണ്ടപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇതെനിക്ക് ടേസ്റ്റ് ചെയ്യേണ്ടെന്ന്. ഈ ഫുൾ ചോക്ലേറ്റും നീ കൊണ്ടുപോയിക്കോളാൻ അവൻ അവളോട് പറയുന്നു. ഈ ഇൻസിഡന്റ് എല്ലാം കൊണ്ട് യാവുന്റെ മനസ്സിൽ ക്യുവാൻ ഒരു ഐഡിയൽ പേഴ്സണായി മാറിയിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളെയും വളരെ പ്രൊഫഷണലായി നേരിടുന്ന ഒരു ഐഡിയൽ പേഴ്സൺ. അവൾ അവനിൽ ഒരുപാട് ഇൻസ്പയർ ആകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ക്യുവാനാണ് കാണിക്കുന്നത്. തൻ്റെ വലിയ വീട്ടിലിരുന്നിട്ട് അവൻ ഉറക്കം വരുന്നില്ല. അഡ്വൈസിന് വേണ്ടി അവൻ ലീജനെ കോൾ ചെയ്യുന്നു. തൻ്റെ സ്റ്റോറി തൻ്റെ ഫ്രണ്ട് സ്റ്റോറി പോലെ അവൻ വീണ്ടും ലീജനോട് പറയുന്നു. എൻ്റെ ഫ്രണ്ട് തൻ്റെ ഹൗസ്മേറ്റുമായി ഫൈറ്റ് ചെയ്തു എന്ന് അവൻ പറയാൻ തുടങ്ങുമ്പോഴേക്കും ലീജൻ അവനോട് നിന്റെ ഫ്രണ്ടിനോട് പറ, എൻ്റെ ഉറക്കം കളയാണെങ്കിൽ ഞാൻ ശപിക്കുകയാണ്, ഒരിക്കലും നിന്റെ ഫ്രണ്ടിന് ഉറങ്ങാൻ പറ്റില്ലെന്ന്. പാവം ക്യുവാനാകട്ടെ ഓൾറെഡി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. നെക്സ്റ്റ് സീനിൽ യാവനാണ് കാണിക്കുന്നത്. വീക്കെൻഡ് ആയതുകൊണ്ട് അവൾ ലേറ്റ് നൈറ്റ് മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 2 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരോ ഡോർ നോക്ക് ചെയ്യുന്നു. കള്ളന്മാരായിരിക്കും എന്ന് ആലോചിച്ച് യാവ് പേടിക്കുന്നു. അവൾ വന്ന് ആ ഹോളിൽ കൂടെ നോക്കുമ്പോൾ ഇരുട്ട് കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. ആ പേഴ്സൺ സൺഗ്ലാസും വെച്ചിട്ടുണ്ടായിരുന്നു. താൻ ഒറ്റയ്ക്കല്ല താമസിക്കുന്നതെന്ന് ആ പുറത്തുള്ള ആളെ അറിയിക്കാനായിട്ട് അവൾ ഉറക്കെ ഹസ്ബൻഡ് ഡോർ ആരോ നോക്ക് ചെയ്യുന്നു, പോയി തുറക്കാൻ പറയുന്നുണ്ട്. ക്യുവാൻ അപ്പോൾ നിനക്ക് ഇത്ര പെട്ടെന്ന് ഹസ്ബൻഡ് ഉണ്ടായെന്ന് ചോദിക്കുന്നു. ക്യുവാനാണെന്ന് അറിയുമ്പോൾ അവൾ ഡോറ് തുറക്കുന്നു. ബോസ് ഇത്ര ലേറ്റ് നൈറ്റ് എന്താണെന്ന് അവൾ ചോദിക്കുമ്പോൾ എൻ്റെ ഒരു പെൻ ഇവിടെ ആയിപ്പോയി, അത് നോക്കാൻ വന്നെയാണെന്ന് അവൻ പറയുന്നു. ഇത്രയും ലേറ്റ് നൈറ്റ് പെൻ്റെ ആവശ്യം എന്താണെന്ന് അവൾ ചോദിക്കുമ്പോൾ നിനക്കറിയില്ല ആ പെൻ എനിക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഞാൻ ഫസ്റ്റ് കേസ് ജയിച്ചപ്പോൾ എൻ്റെ ഫാദർ എനിക്ക് തന്നെയാണ്. എന്നെ സംബന്ധിച്ച് അതൊരുപാട് പ്രഷ്യസ് ആണ്. ക്യുവാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ യാവ് വിചാരിക്കുന്നത് ക്യുവാൻ്റെ ഫാദർ മരിച്ചുപോയെന്നാണ്. ഇല്ല, എൻ്റെ ഫാദറിന് ഒരു കുഴപ്പമില്ല, ഹെൽത്തി ആയിട്ട് ഇപ്പോഴും ജീവനുണ്ട്. നീ ഇനി മേലാൽ എൻ്റെ ഫാദറിനെ കുറിച്ച് ഇങ്ങനെയൊന്നും ചിന്തിക്കരുതെന്ന് അവൻ പറയുന്നു. എന്നിട്ട് റൂമിൽ ഒരുപാട് നേരം പെൻ സെർച്ച് ചെയ്യുന്നുണ്ട്. ആദ്യം യാവും അവൻ്റെ കൂടെ കൂടുന്നു. പെൻ സെർച്ച് ചെയ്യുമ്പോഴും ക്യുവാൻ ആകട്ടെ അവൻ്റെ സൺഗ്ലാസ് ഊരാൻ തയ്യാറല്ലായിരുന്നു. കുറച്ചു കഴിഞ്ഞ് അവൻ വെളിയിലേക്ക് വരുന്നു. യാവ് ഒന്ന് മയങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് ലേറ്റായി, ഇത്രയും ലേറ്റ് നൈറ്റ് വണ്ടി ഓടിക്കുന്നത് സേഫ് അല്ലെന്ന് ക്യുവാൻ പറയുന്നു. എനിക്കറിയാം ബോസ്, അതുകൊണ്ട് ഞാൻ താങ്കൾക്ക് വേണ്ടി
ഓൺലൈനായി ഒരു ഡ്രൈവറിനെ ബുക്ക് ചെയ്തു. താങ്കൾക്ക് വേണ്ടി അദ്ദേഹം താഴെ വെയിറ്റ് ചെയ്യാണെന്ന് അവൾ പറയുന്നു. ക്യുവാൻ ആകട്ടെ മറ്റൊരു വഴിയുമില്ലാതെ അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ മീറ്റിംഗ് റൂമാണ് കാണിക്കുന്നത്. ക്യുവാൻ ഓഫീസിലും ഷെയ്ഡ്സ് വെച്ചിരിക്കുകയായിരുന്നു. മീറ്റിങ്ങിനും ഓഫീസിനകത്തും എല്ലാം. അവനാകട്ടെ അധികം റെസ്പോണ്ടൊന്നും ചെയ്യുന്നില്ല. വളരെ സ്ലോ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ കാര്യം കൊളീഗ്സ് നോട്ട് ചെയ്യുന്നുണ്ട്. മീറ്റിങ്ങിന് ശേഷം എല്ലാവരും റൂമിൽ നിന്ന് പോകുന്നു. യാവു ഏറ്റവും ലാസ്റ്റാണ് ഇറങ്ങുന്നത്. ക്യുവാൻ വിചാരിക്കുന്നത് എല്ലാവരും പോയെന്നാണ്. സോ അവനവൻ്റെ ഗ്ലാസ്സസ് മാറ്റുന്നു. ക്യുവാനോട് ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി യാവു തിരിയുമ്പോൾ അവൻ്റെ കണ്ണുകൾ കാണുന്നു. ക്യുവാൻ ഈ സൺഗ്ലാസസ് തൻ്റെ ഡാർക്ക് സർക്കിൾസ് മറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. പാവം ക്യുവാൻ അവൻ്റെ ഫേസ് ഒരു പാണ്ഡെ പോലെ ആയിട്ടുണ്ടായിരുന്നു. യാവുന് ഒരുപാട് കഷ്ടം തോന്നുന്നു. ചിലപ്പോൾ ബോസ് ഇന്നലെ രാത്രി വന്നത് ഉറങ്ങാൻ വേണ്ടിയായിരിക്കും എന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. അവനോട് വീട്ടിൽ വന്ന് താമസിക്കാൻ അവൾ പറയാൻ തുടങ്ങുമായിരുന്നു. പക്ഷെ അപ്പോഴേക്കും കൊളീഗ്സ് എല്ലാം അവിടേക്ക് വരുന്നു. അവരെല്ലാവരും പാർട്ടി ചെയ്യാൻ പോകുന്നുണ്ട്. കാരണം ക്യുവാൻ ആ കേസ് ജയിച്ചായിരുന്നല്ലോ. ഇവിടെ എല്ലാവരും പിസ്സ കഴിച്ച് പാർട്ടി ചെയ്യാണ്. അപ്പോൾ ബാവ്രുവിന് ഒരു കോൾ വരുന്നു. കോൾ കട്ട് ചെയ്ത ശേഷം ചിൻ്റെ ഡെലിവറി കഴിഞ്ഞു എന്ന കാര്യം അവൻ എല്ലാവരോടും പറയുന്നു. ചിങ്ങിന് ഇനി 1 മാസം കൂടി ഉണ്ടായിരുന്നു. ഇത്രയും നേരത്തെ ഡെലിവറി ചെയ്യുന്ന അറിഞ്ഞപ്പോൾ എല്ലാവരും സർപ്രൈസ് ആകുന്നുണ്ട്. യാവ് വിചാരിച്ചപ്പോൾ തന്നെയാണ് സംഭവിച്ചത്. ആ ബേബിയുടെ DNA ടെസ്റ്റ് അവർ നടത്തിയത് കൊണ്ട് ബേബിക്ക് ചെറിയ കോംപ്ലിക്കേഷൻസ് എല്ലാം വന്നു. അതുകൊണ്ട് ചിങ്ങിന് പ്രീമച്വർ ഡെലിവറി ചെയ്യേണ്ടി വന്നു. ബേബിയുടെ കണ്ടീഷൻ കോംപ്ലിക്കേറ്റഡ് ആണെന്നും ബാവ്രു പറയുന്നു. ഇത് കേൾക്കുമ്പോൾ എല്ലാവരുടെയും പാർട്ടി മൂഡ് മാറുന്നുണ്ട്. ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ചിങ്ങിന് 1 പൈസ പോലും കിട്ടില്ലെന്ന കാര്യം യാവ് പറയുന്നുണ്ട്. അപ്പോൾ യാവുന് ഗ്രാൻഡ് ഫാദറിന്റെ കോൾ വരുന്നു. അവളെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നുണ്ട്. DNA ടെസ്റ്റിന് താൻ സമ്മതിച്ചതിൽ താൻ ഇപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നു എന്ന് ഗ്രാൻഡ് ഫാദർ പറയുന്നു. എന്തെങ്കിലും ചെയ്ത് വീണ്ടും കേസ് നടത്തൂ. ആ ബേബി കാരണം ചിങ്ങിന് കിട്ടിയ പ്രോപ്പർട്ടീസ് എല്ലാം എന്തെങ്കിലും ചെയ്ത് വീണ്ടും തിരിച്ചു പിടിക്കണമെന്ന് ഗ്രാൻഡ് ഫാദർ പറയുന്നു. ഞാൻ അന്ന് ചെയ്ത കാര്യത്തിൽ എനിക്കിപ്പോൾ ഒരുപാട് കുറ്റബോധമുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ജനിക്കുന്ന കുട്ടിക്ക് ഫിസിക്കൽ ഡിസബിലിറ്റി ഉണ്ടായിരിക്കുമെന്ന്. എൻ്റെ പ്രോപ്പർട്ടീസ് അങ്ങനെ നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ കാരണങ്ങളാൽ ഇപ്പോൾ ഡോങ്മിയും അവളുടെ മദറും എന്നെ കാണാൻ വരില്ല. ഗ്രാൻഡ് ഫാദർ വിചാരിക്കുന്നത് പ്രോപ്പർട്ടീസ് നഷ്ടമായത് കൊണ്ടാണ് ഡോങ്മിയും മദറും തന്നെ കാണാൻ വരാതെന്നാണ്. യാവു ഗ്രാൻഡ് ഫാദറിനോട് താങ്കൾ തന്നെ സമാധാനമായി ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർ എന്തുകൊണ്ടാണ് ഇപ്പോൾ താങ്കളെ കാണാൻ വരാതെന്ന്. താങ്കളുടെ അവരുടെയും റിലേഷൻ എന്തായിരുന്നു എന്ന്. കാരണം യാവുന് അറിയാമായിരുന്നു അവർ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് വരാത്തത് പ്രോപ്പർട്ടീസ് നഷ്ടമായത് കൊണ്ടല്ലെന്ന്. പകരം ഗ്രാൻഡ് ഫാദറിൻ്റെ ആ തീരുമാനത്തിൽ വിഷമിച്ചിട്ടാണെന്ന്. ഓഫീസിൽ പുതിയൊരു കേസ് വരുന്നു. ഈ കേസിൻ്റെ ആവശ്യത്തിന് അവർക്ക് മറ്റൊരു ടൗണിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ക്യുവാൻ ബാവ്രുവിനോട് 2 ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറയുന്നു. ബാവ്രു വിചാരിക്കുന്നത് ബോസ് തന്നെ കൂട്ടിയായിരിക്കും പോകുന്നതെന്നാണ്. കാരണം താനാണ് ഈ ഓഫീസിലെ ബോസിന്റെ ഫേവറേറ്റ്, ഏറ്റവും ടാലന്റായ അസിസ്റ്റന്റ്. പക്ഷെ ക്യുവാൻ ഇത്തവണ ആരെയാണ് കൂട്ടി പോകുന്ന കാര്യം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. നെക്സ്റ്റ് സീനിൽ യാവുന് അവളുടെ പേരൻസിന്റെ കോൾ വരുന്നു. നെക്സ്റ്റ് വീക്ക് ഞങ്ങൾ നിന്നെ കാണാൻ വരുന്നുണ്ട്. 1 വീക്ക് നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നു. ഇത് കേട്ട് യാവു ഹാപ്പി ആകുന്നുണ്ട്. ബോസ് മൂവ് ഔട്ട് ചെയ്ത കാര്യമായി, അല്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നു. രാത്രിയാകുമ്പോൾ ക്യുവാൻ വീണ്ടും യാവുന്റെ വീട്ടിലേക്ക് വരുന്നു. കാര്യം എന്താണെന്ന് അവൾ ചോദിക്കുമ്പോൾ നിന്നോട് ഒരു കാര്യം ഇൻഫോം ചെയ്യാനുണ്ടായിരുന്നു. എത്രയും വേഗം പാക്കിംഗ് ചെയ്യണം. നമ്മൾ നാളെ ബിസിനസ് ട്രിപ്പിന് പോവുകയാണ് മറ്റൊരു പ്രൊവിൻസിലേക്ക്. കേസിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവൻ യാവുനോട് പറയുന്നു. കാരണം പോകുന്നതിന് മുന്നേ എല്ലാ പേപ്പേഴ്സും അവൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അവൾ അപ്പോൾ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ ഫുഡ് അവന് ഓഫർ ചെയ്യുന്നുണ്ട്. അവൻ വന്ന് അവളുടെ കൂടെ ഫുഡ് കഴിക്കാതിരിക്കുന്നു.